ഹലോ, ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ബിഗിനിങ്ങേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാവുന്നവർക്ക് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് റെസിപ്പി എന്നേ ഉള്ളൂ. പിന്നെ സെയിം റെസിപ്പി സെയിം ഐറ്റം ഓരോരുത്തരുടേതും ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കുമല്ലോ. അപ്പോഴത്തേനും എൻ്റെ ചിക്കൻ കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. കോക്കനട്ട് ഓയിലിലേക്ക് സവോള ഒരു 5 സവോള അരിഞ്ഞത് ഇട്ടു. അത് കുറച്ച് ഉപ്പും ഇട്ട് അത് നന്നായിട്ട് ഇപ്പോൾ സോട്ട് ചെയ്യാണ്. സവോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആ വഴണ്ട സവോളയിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം, അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഒരു വെളുത്തുള്ളി, അങ്ങനെ അത്രയും ഐറ്റംസ് ഞാനിപ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്തു. അതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ടു. അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ സവോള ഓൾറെഡി കുറച്ച് സോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ല രീതിയിലൊന്ന് സോട്ടാവണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് ഇപ്പം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറവൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിതാ ഓൾറെഡി കുറച്ച് ഒരു 5-6 ഗ്രീൻ ചില്ലി ചേർത്തു. അതിനുശേഷം പിന്നീട് പെപ്പർ പൗഡറും ചേർത്തു. അപ്പോൾ കുറച്ച് എരിവും രുചിയൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ കുറച്ച് എരിവൊക്കെ ഉള്ളതാണ് എന്തുകൊണ്ടും ടേസ്റ്റ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ടു. അപ്പോൾ ഈ പെരിഞ്ജീരകപ്പൊടിയുടെയും കുരുമുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടി. അപ്പോൾ ചിക്കനും കൂടെ ആയതുകൊണ്ട് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കുന്നതാണ് നല്ലത്. ആ ചിക്കനൊക്കെ വെളുത്തിരിക്കുന്നതാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. പെപ്പർ പൗഡർ മാത്രം ഇട്ടിട്ട് വെളുത്ത കളറൊക്കെ ആണെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവത്തില്ല. അപ്പോൾ കുറച്ച് കളറിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കളറിനും രുചിക്കും ഭംഗിക്കും എല്ലാത്തിനും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. എരിവ് ഞാൻ ഓവറാക്കുന്നില്ല. ഞാൻ നോർമൽ ചില്ലി പൗഡർ ചേർക്കുന്നില്ല. കാശ്മീരി ചില്ലി പൗഡർ അതാകുമ്പോൾ കുറച്ച് കളറും ഉണ്ടാവും, എരിവും കുറച്ച് കുറവായിരിക്കും. അപ്പം എല്ലാം കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ഈ കട്ട്ലേറ്റിന് എരിവ് ഓവറല്ല, ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഗ്രീൻ ചില്ലി ചേർത്തു, പെപ്പർ പൗഡർ ചേർത്തു, കുരുമുളക് ചേർത്തു, എല്ലാം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ ഒരു ബൗള് ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനും ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാൻ എന്നാന്ന് വെച്ചാൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും തിരുമ്മി കുറച്ച് പോലും വെള്ളം ചേർക്കാതെ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അത് അരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റേ മാറും, കൺസിസ്റ്റൻസി മാറും, ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അതിനുശേഷം ഒരു ചെറിയ 3 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് അതും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോയും കൂടെ ചേർക്കുകയാണ്. പൊട്ടറ്റോയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. എൻ്റെ മിക്സിങ് ഇപ്പോൾ അത്ര കറക്റ്റല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും ആയതുകൊണ്ട് തന്നെ എൻ്റെ മിക്സിങ് അത്ര കറക്റ്റല്ല. നിങ്ങളത് മൈൻഡ് ചെയ്യേ വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഓഫാക്കിയതിന് ശേഷം ഞാൻ നന്നായിട്ട് കംപ്ലീറ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഞാൻ മിക്സ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യും. അത് പ്രോബ്ലമുള്ള കേസേ അല്ല, അത് നിങ്ങൾ വിട്ടേക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് ചെറുതായിട്ട് ബോൾസോ എന്ത് ഷേപ്പാന്ന് വെച്ചാൽ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, മുട്ടയുടെ ബാറ്ററിലും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പൗഡറിലും മുക്കി ഓയിലിൽ പൊരിച്ചെടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു കാരണം വെച്ചാലും കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള